മസാല ബോണ്ട് ഇടപാടിൽ ഇഡിയുടെ പുതിയ നീക്കം അത് എത്രത്തോളമാണ് തോമസ് ഐസക്കിനെയും ഒപ്പം സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്? സുരേഷ്, ഈ തോമസ് ഐസക്കിനെതിരായിട്ട് ED കഴിഞ്ഞ ദിവസമാണ് ഒരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിന് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഈ കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ തോമസ് ഐസക്കിനെ ഇലക്ഷൻ കാലയളവിൽ, തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് TR രവിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ED സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ തോമസ് ഐസക്ക് നൽകിയിട്ടുള്ള ആ ഹർജിയും നിലനിൽക്കുന്നതല്ല, ആ ഹർജിയും തള്ളണമെന്നുള്ള ആവശ്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്പീലിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടുമുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യൽ ഇലക്ഷൻ സമയത്ത് വേണ്ട എന്ന് പറയുന്നതിനൊപ്പം തന്നെ പ്രഥമ ദൃഷ്ടിയ ചില ഇടപാടുകളിൽ തോമസ് ഐസക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ളൊരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരുന്നു. അത്തരമൊരു നിരീക്ഷണം നടത്തവേ തന്നെ വീണ്ടും ഈ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് അനുചിതമാണ് എന്നുള്ള വാദമാണ് അപ്പീലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പൂർണ്ണമായിട്ടും റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിട്ടുള്ള അപ്പീലിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഐസക്കിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ED ഇപ്പോൾ ഈ അപ്പീൽ നൽകിക്കൊണ്ടുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. അതായത് ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ ശല്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് TR രവി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. അത് ഐസക്കിനെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം നൽകിയിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരു കുരുക്കായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ED ചില രേഖകൾ ഹൈക്കോടതി മുൻപാകെ കൈമാറുന്നു. ആ രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയത്. ചില ഇടപാടുകൾ സംബന്ധിച്ച് ദുരൂഹത ഇപ്പോഴുമുണ്ട്. അത് ദൂരീകരിക്കണമെങ്കിൽ ഐസക്ക് മറുപടി നൽകിയേ തീരൂ എന്നുള്ളതായിരുന്നു ED നൽകിയ രേഖകൾ പരിശോധിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. എന്തായാലും ആ ഒരു നിരീക്ഷണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഈ അപ്പീലിൽ എന്തായിരിക്കും ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുക, അതനുസരിച്ചായിരിക്കും ED ഇനി മുന്നോട്ട് കാര്യങ്ങൾ നീക്കുക. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യും.